ആകാശവാണി കണ്ണൂർ. കിസാൻ വാണി. സമർപ്പണം കേന്ദ്ര കൃഷി മന്ത്രാലയം. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-150-1551. ഇത് ആരുടെ നമ്പർ ആയേട്ടാ? കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ. ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ? തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ? ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട. സത്യം? 10 മാറ്റു സത്യം. കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-150-1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. ഹരിതമോഹനം ജൈവപൂരിതം, ഹരിതചരിത ജീവചരിത യാത്ര ഈ വഴി. കിസാൻ വാണി. കേരളത്തിലെ തനതായ സുഗന്ധവിളകളിൽ ഒന്നാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക്. കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ വിള ഇന്ന് പലതരം രോഗങ്ങൾ കാരണം പ്രതിസന്ധി നേരിടുകയാണ്. അവയിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ദ്രുതവാട്ടം. കുരുമുളകിലെ ദ്രുതവാട്ടം ലക്ഷണങ്ങളും പരിഹാരങ്ങളും പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിആർ റിനി സംസാരിക്കുന്നു. കുരുമുളക് കൃഷിയിൽ ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയാവുന്നത് അത് കുരുമുളകിലുണ്ടാകുന്ന രോഗങ്ങളും കീടങ്ങളും തന്നെയാണ്. ഏതാണ്ട് 15ഓളം രോഗങ്ങൾ കുരുമുളകിൽ നാളിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 8ഓളം രോഗങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ തന്നെയാണ്, മേജർ ആയിട്ടുള്ള രോഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഏതാണ് രോഗം എന്ന് ചോദിച്ചാൽ ദ്രുതവാട്ടമാണ് എന്നുള്ളത്. ആ ദ്രുതവാട്ടം എന്ന് പറയുന്ന രോഗം ഒരു കുമിൾ രോഗമാണ്. മണ്ണിൽ അധിവസിക്കുന്ന ഫൈറ്റോഫ്തോറ കാപ്സിസി എന്ന് പറയുന്ന ഒരു കുമിളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രോഗം നമുക്കറിയാം, കാലവർഷം ആരംഭിക്കുന്ന സമയത്താണ് ഈ രോഗവും നമ്മുടെ തോട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാലവർഷം ആരംഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാലവർഷ സമയത്ത് നമുക്കറിയാം അന്തരീക്ഷത്തിലെ ഊഷ്മാവ് അല്പം താഴ്ന്നിട്ടുണ്ടാകും. ഏതാണ്ട് 20-25 ഡിഗ്രി മാത്രമായിരിക്കും നമ്മുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ്. അതോടൊപ്പം അന്തരീക്ഷത്തിൽ നല്ല ഒരളവിൽ ഈർപ്പവും ഉണ്ടായിരിക്കും. പിന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് സൂര്യപ്രകാശം ആ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. വളരെ 2-3 മണിക്കൂർ മാത്രമേ നമുക്ക് തെളിഞ്ഞ സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഈ കുമിളിന്റെ വളർച്ചയെയും അതിന്റെ വ്യാപനത്തെയും രോഗം ഉണ്ടാക്കുന്നതിനുള്ള അതിന്റെ കഴിവിനെയും ത്വരിതപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കാലവർഷ സമയത്ത് ഈ കുമിൾ രോഗം കൂടുതലായിട്ട് കാണുന്നത്. ഇനി കൊടിയുടെ ഏത് ഭാഗത്താണ് ദ്രുതവാട്ടം ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഭാഗവും അതിൽ നിന്ന് എക്സംപ്റ്റഡ് അല്ല. എല്ലാ ഭാഗങ്ങളും വേര് മുതൽ തിരിവരെയുള്ള എല്ലാ ഭാഗങ്ങളും, വേര്, പ്രധാന വേര്, അതിന്റെ പോഷണ വേരുകൾ, അതിന്റെ കോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന തണ്ട് മണ്ണിനോട് ചേരുന്ന ഭാഗം, നമുക്കറിയാം നമ്മുടെ തല ദേഹത്തോട് ചേരുന്ന ഭാഗമാണ് നമ്മൾ കോളാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പ്രധാന തണ്ട് മണ്ണിനോട് ചേരുന്ന ഭാഗമാണ് കോളാർ എന്ന് പറയുന്നത്. ഈ കോളാർ റീജിയൻ, അതുപോലെ മറ്റ് ശാഖകൾ, പാർശ്വശാഖകൾ, ഇലകൾ, തിരികൾ, അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും ഈ രോഗം ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ രോഗം ഇലകളിൽ ഇതിന്റെ അണുക്കൾ വ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ലക്ഷണങ്ങളും വേരിൽ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും രണ്ട് തരത്തിലാണ് കാണുന്നത്. ഇലകളിലാണെന്നുണ്ടെങ്കിൽ കറുത്ത് അഴുകിയ പാടുകളായിരിക്കും കാണുക. വെള്ളം നനഞ്ഞതുപോലെയുള്ള പാടുകളായിട്ടാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക.
വെള്ളം നനഞ്ഞ പോലെയുള്ള പാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഇലയെടുത്ത് നമ്മൾ നഖം കൊണ്ട് അതിൽ ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ ആ നഖത്തിന്റെ പാടിന്റെ ഇരുവശവും ഒരു വെള്ളത്തിന്റെ നനവ് നമുക്ക് ആ ഇലയിൽ കാണാൻ പറ്റും. അപ്പൊ അതുപോലെയുള്ള വെള്ളം നനഞ്ഞതുപോലെയുള്ള പാടുകൾ ആദ്യം പ്രത്യക്ഷപ്പെടും. അതിൽ നിറവ്യത്യാസം വരും, കൂടുതൽ വിസ്തൃതി പ്രാപിക്കും. ഇതുപോലെ കറുത്ത് മഷി വീണ് പരക്കുന്നത് പോലെയുള്ള പാടുകൾ, അഴുകിയ പാടുകളായിരിക്കും ഇലകളിൽ ഈ രോഗം വരുമ്പോൾ കാണുക. പങ്കൽ പൊള്ളു രോഗം വരുമ്പോഴും ഇതുപോലെ കറുത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്രേ കളറിലേക്ക് മാറും. അപ്പോൾ അതിന് ഇതും തമ്മിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ ദ്രുതവാട്ടത്തിന്റെ അണുക്കള് പരക്കുമ്പോൾ അത് എങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മളൊരു പരുത്തി തുണിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഒരു തുള്ളി കറുത്ത മഷി ഒഴിച്ചാല് നമുക്കറിയാം, മഷി വീണ ഭാഗം നല്ല കറുത്ത പാടായിട്ട് നമുക്ക് കാണാം. അത് പരക്കുന്ന ഒരു അരികുകൾ നോക്കിയാല് പുറത്തേക്ക് പരക്കുന്ന നേരിയ നാരുകൾ പോലെ പരക്കുന്ന ഒരു രീതി കാണാം. അതുപോലെ ഒരു ടിപ്പിക്കൽ ലക്ഷണം ഈ ഇതിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചില സമയങ്ങളിൽ ഇതിൽ വലയങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഒരേ ബിന്ദുവിനെ കേന്ദ്രീകരിച്ച് കാണുന്ന ഒരുപാട് വലയങ്ങൾ ഈ കറുത്ത പൊട്ടിനകത്ത് കാണാനായിട്ടും. അപ്പൊ ഇത് തന്നെ നമുക്ക് ഇതിന്റെ തണ്ടിലും എല്ലാ ഭാഗങ്ങളിലും കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ തോട്ടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഇലകളിലുള്ള ലക്ഷണങ്ങൾ ഒരുപക്ഷെ കാണണമെന്നില്ല, ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഈ രോഗം തണ്ടിന് അല്ലെങ്കിൽ അതിന്റെ കോളർ ഭാഗത്തെയോ വേരിനെയോ ആണ് ബാധിക്കുന്നതെങ്കിൽ നമ്മുടെ തോട്ടങ്ങളിൽ ഇത് മഞ്ഞളിപ്പായിട്ടായിരിക്കും ആദ്യം കാണുക. പക്ഷെ നമുക്ക് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുള്ള സമയമായതിനാൽ ഒരു യൂണിഫോം ആയിട്ടുള്ള യെല്ലോയിങ് എപ്പോഴും കാണണമെന്നില്ല. അവിടെ ഇവിടെയായിട്ട് ചുരുക്കം ചില ഇലകളിൽ മഞ്ഞളിപ്പുണ്ടാകാം. പിന്നെ വളരെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരോഗ്യം ക്ഷയിച്ച ചെടി വാടി നിൽക്കുന്ന ഒരു പ്രതീതിയും അതിനടുത്ത ദിവസങ്ങൾ മുതൽ ഇലകൾ കൊഴിഞ്ഞു പോകാനും തുടങ്ങും. അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ നല്ലൊരു ശതമാനം ഇലകളും പൊഴിഞ്ഞു പോവുകയും ഇനി ഏതെങ്കിലും അതിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞുണങ്ങി ചെടിയിൽ പറ്റിപ്പിടിച്ച് ഏറിയാൽ ഒരു മാസം അതിനുള്ളിൽ തന്നെ കൊടി മുഴുവനായിട്ടും കരിഞ്ഞ തണ്ടുകൾ മാത്രമായിട്ട് കന്നുകാലികളിൽ അവശേഷിക്കും. ഇതാണ് ഫീൽഡിൽ നമ്മൾ കാണുന്ന സിംറ്റം. അപ്പൊ ഇങ്ങനെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അത് ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് അതിന്റെ തണ്ടില്, അതായത് കോളർ ഭാഗത്ത് ബ്രൗൺ നിറത്തില് ഒരു സ്ലൈമി ആയിട്ടുള്ള ഒരു വഴുക്കലോട് കൂടിയിട്ടുള്ള ബ്രൗൺ നിറത്തിലുള്ള പാടുകൾ കാണാം. അത് പിന്നീട് ക്രമേണ കൂടുതലായി ആ ഭാഗം അഴുകി നശിക്കുന്നു. അപ്പോൾ ഈ രോഗം നമ്മൾ ഈ മൺസൂൺ സമയത്ത്, നല്ല മഴയുള്ള സമയത്ത് ഈ രോഗം ഈ കോളർ ഭാഗത്ത് അല്ലെങ്കിൽ മേൽത്തട്ടിലുള്ള വേരുകളെ ബാധിക്കുമ്പോഴാണ് ഈ ദ്രുതവാട്ടം എന്ന് പറയുന്ന ഈ നല്ല മഴയുള്ള സമയത്ത് ദ്രുതവാട്ടം എന്ന് പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. ദ്രുതവാട്ടം എന്ന് പറയുന്ന പേര് തന്നെ നമുക്ക് മനസ്സിലാവും, ദ്രുതമായിട്ട് പാടുക. ഒരു മാസം മുഴുവൻ വേണ്ട ചെടി മുഴുവനായിട്ടും പോകാനായിട്ട്. നമുക്ക് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ ആ സമയത്ത് കണ്ടു തുടങ്ങിയാൽ പിന്നീട് നമ്മൾ അതിന് ഏതെങ്കിലും രീതിയിൽ മരുന്ന് ചെയ്ത് അതിനെ രക്ഷപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഇനി ഈ അണുക്കള് ഈ മേൽത്തട്ടിലുള്ള വേരുകളെ അല്ലാതെ അതിന്റെ താഴെ തട്ടിലുള്ള വേരുകൾ അല്ലെങ്കിൽ അതിന്റെ പോഷക വേരുകളെ, ഫീഡർ റൂട്ട്സിനെ ആണ് ബാധിക്കുന്നതെങ്കിൽ ഈ ലക്ഷണങ്ങൾ മഴ സമയത്ത് കാണത്തില്ല. മഴ മാറി, ഇടവപ്പാതി മാറി ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുന്ന സമയത്ത് മഞ്ഞളിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് മണ്ണിലുള്ള ഈർപ്പത്തിന്റെ അംശം കുറഞ്ഞു. പ്രധാന വേരുകൾക്ക്, അതായത് ഫീഡർ റൂട്ട്സിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളത്തെ മാക്സിമം വലിച്ചെടുക്കാനായിട്ട് ചെടിക്ക് സാധിക്കാതെ വരുന്നു. മഞ്ഞളിപ്പായിട്ട്, അതുപോലെ തന്നെ ഇലപൊഴിച്ചിലായിട്ടും മറ്റു കരിഞ്ഞ ഉണങ്ങലായിട്ടും എല്ലാം ഇത് കാണാറുണ്ട്. അപ്പോൾ ഈ ചെടികൾ നല്ലൊരു മഴ കിട്ടി അല്ലെങ്കിൽ നല്ലപോലെ നമ്മൾ ഇറിഗേറ്റ് ചെയ്ത് നനച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ കൊടികൾ രക്ഷപ്പെടും. അടുത്ത സീസണിലേക്ക് അത് നിലനിൽക്കും. അങ്ങനെ 1-2 സീസൺ വരെ അല്ലെങ്കിൽ 2-3 വർഷങ്ങൾ അത് സർവൈവ് ചെയ്യും. പിന്നീട് അത് നശിച്ചു പോകും. അപ്പൊ ഇതാണ് ദ്രുതവാട്ടത്തിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ഈ തണ്ട് നമ്മൾ മുറിച്ചു നോക്കിയാൽ, അതിന്റെ കോളർ ഭാഗത്തുള്ള തണ്ടുകൾ നമ്മൾ മുറിച്ചു നോക്കിയാൽ അതിനുള്ളിൽ അഴുകി ബ്രൗൺ നിറത്തിലേക്ക് നിറമാറ്റം സംഭവിച്ചിരിക്കുന്നതും കാണാം. ഇത് നഴ്സറികളിലും വളരെ രൂക്ഷമായിട്ട് ഈ രോഗം ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉണങ്ങി നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് നട്ടിരിക്കുന്ന കമ്പുകൾ മുളയ്ക്കാതെ അല്ലെങ്കിൽ അടിയിൽ നിന്ന് കറുത്ത് ഉണക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അതിൽ ഫൈറ്റോഫ്തോറയുടെ അണുക്കൾ ഉണ്ടാകും. അത് നമ്മൾ പിഴുതു നോക്കുമ്പോൾ അതിന്റെ കോളാർ ഭാഗവും വേരുകളും ഇതെല്ലാം കറുത്ത് അഴുകിയിട്ടുണ്ടാകും. അപ്പൊ ഇത് തന്നെ അതിന്റെ തണ്ടുകളിലേക്കും ഉണക്ക് വരുന്നു. നഴ്സറി മൊത്തമായിട്ടും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് പറഞ്ഞാൽ നമ്മൾ നഴ്സറികളിൽ വെള്ളം നനയ്ക്കുമ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യും. കാരണം പലപ്പോഴും നഴ്സറിയിൽ നമ്മൾ വെള്ളം നനയ്ക്കുന്ന ഓസ് വെച്ചിട്ട് തെറിപ്പിച്ച് നനയ്ക്കാറുണ്ട്. അപ്പോൾ ഈ മണ്ണിലുള്ള അണുക്കൾ ഈ വെള്ളത്തോടൊപ്പം തെറിച്ച് അടുത്ത കൂടകളിലേക്ക് എത്തും. അതങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്.
വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്നു. അപ്പൊ ഈ നഴ്സറി പരിപാലന മുറകൾ എത്രത്തോളം ഈ രോഗത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞാൽ നഴ്സറി സ്ട്രക്ചർ, നമ്മൾ ഉണ്ടാക്കുന്ന നഴ്സറി സ്ട്രക്ചർ ഏത് തരത്തിലുള്ളത് ആയിക്കൊള്ളട്ടെ, അതായത് മഴ നനയാത്ത രീതിയിലുള്ളതോ മഴ നനയുന്ന രീതിയിലുള്ളതോ ഏത് തരത്തിലുള്ളതോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അത് നമ്മൾ നിർമ്മിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, അതിനുള്ളിൽ ആവശ്യത്തിന് വെളിച്ചവും അതുപോലെ വായു സഞ്ചാരവും ലഭിക്കുന്ന തരത്തിലായിരിക്കണം. അതായത് കാറ്റിന്റെ ദിശ നോക്കിയിട്ട് വേണം നഴ്സറി സ്ട്രക്ചർ ഉണ്ടാക്കുവാനായിട്ട്. കാറ്റിന് ഈസി ആയിട്ട് പാസ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം അതിൽ ഉണ്ടാകണം. ഇതിന്റെ കൂടെ നമ്മൾ നഴ്സറിയിൽ ആവശ്യത്തിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നഴ്സറി ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ, വളരെ മുമ്പേ തന്നെ നടത്തേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ നമ്മൾ നട്ട് പഴകി അല്ലെങ്കിൽ ഡിസീസ് വന്ന് മാറ്റി വെച്ചിരിക്കുന്ന ബാഗുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വാരി പുറത്ത് കളയുക. നഴ്സറിയും അതിന്റെ പരിസരങ്ങളെല്ലാം ഏതെങ്കിലും കുമിൾനാശിനി ഉപയോഗിച്ച് ഒരു അണുനശീകരണം നടത്തുക. അതിനുശേഷമേ നഴ്സറിയിൽ നമ്മൾ പരിപാടികൾ തുടങ്ങാവൂ. പിന്നെ നമ്മൾ എടുക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ, നമ്മൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇവ മൂന്നും കലർത്തിയാണ് നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ തോട്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണ് എടുക്കാറുണ്ട്. അപ്പം മുൻവർഷം നേരത്തെ രോഗം വന്നിട്ടുള്ള തോട്ടങ്ങളൊക്കെയാണ് എങ്കിൽ ആ മണ്ണിൽ കൂടി ഈ രോഗം നമ്മുടെ നഴ്സറിയിലേക്ക് എത്തും. നഴ്സറിയിൽ നമ്മൾ അതായത് തണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും, അത് പറിച്ചു കളഞ്ഞ് ബാക്കിയുള്ള ബാഗുകൾ അവിടെ ഇരിപ്പുണ്ടാവും. അതെല്ലാം കൂടി തട്ടിക്കുടഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീമിക്സ് ചെയ്തിട്ട് വീണ്ടും ഫില്ല് ചെയ്യാനായിട്ട് മണ്ണ് ഇതൊക്കെ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ രോഗത്തെ നമ്മൾ നഴ്സറിയിൽ തന്നെ നിലനിർത്തുകയാണ്. അപ്പോൾ നഴ്സറി മിക്സ്ചർ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നഴ്സറി മിക്സ്ചർ നമ്മൾ സോളറൈസ് ചെയ്ത് സൗരോർജ്ജം ഉപയോഗിച്ച് അതിൽ അണുനശീകരണം നടത്തി ഉപയോഗിക്കുക. ഇല്ല എങ്കിൽ ഈ പോട്ടിംഗ് മിക്സ്ചറിൽ നമ്മൾ ട്രൈക്കോഡർമയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ജൈവ കുമിൾനാശിനികൾ ഉപയോഗിച്ച് അതിൽ അണുനശീകരണം വരുത്തുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറൈറ്റികൾ. ദ്രുതപാഠത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയും നാളിതുവരെ നമുക്ക് ദ്രുതപാഠത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പരിപൂർണമായിട്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു വെറൈറ്റി നാളിതുവരെ നമുക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു പരിധി വരെ രോഗത്തെ ചെറുക്കുന്ന ഫീൽഡിൽ ചെറുക്കാൻ കഴിവുള്ള ഇനങ്ങൾ പന്നിയൂരെട്ട്, അതുപോലെ ISR ഉത്പാദിപ്പിച്ച ISR ശക്തി മുതലായ ഇനങ്ങൾ ഇതെല്ലാം രോഗത്തെ ഒരു പരിധി വരെ ചെറുക്കാനായിട്ട് ഫീൽഡിൽ ചെറുക്കാനായിട്ട് കഴിവുള്ളതാണ്. ഇപ്പൊ ഏത് വെറൈറ്റി നമുക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലേക്ക് യോജിക്കുന്ന ഏത് വെറൈറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഇതിന്റെ രോഗം ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന റണ്ണർ വൈൻസ്, നമ്മൾ കൊണ്ടുവരുന്ന വള്ളിത്തലകൾ, മുറിച്ച് വെക്കാനായിട്ട് കൊണ്ടുവരുന്ന വള്ളിത്തലകൾ തീർത്തും രോഗമില്ലാത്ത തോട്ടങ്ങളിൽ നിന്നും രോഗമില്ലാത്ത കൊടികളിൽ നിന്നും ശേഖരിക്കുക. അതുപോലെ നമ്മൾ നടുന്നത് പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ നഴ്സറികൾ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്, നമ്മൾ എപ്പോഴാണ് കട്ടിങ്സ് വെക്കുന്നത്? ഒരു ഫെബ്രുവരി പകുതി മുതൽ നമ്മൾ കട്ടിങ്സ് വെക്കാനായിട്ട് തുടങ്ങും. വേര് പിടിപ്പിക്കാനായിട്ട് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം. അപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് വേരുകൾ വന്നിട്ടുണ്ടാവും, നല്ലപോലെ വളർന്നിട്ടുണ്ടാവും. നമുക്ക് ജൂണിൽ അത് പ്ലാന്റ് ചെയ്യാനായിട്ട് പരുവായിട്ടുണ്ടാവും. അപ്പൊ പലപ്പോഴും നമുക്ക് ചില കർഷകർ പോയപ്പോൾ കണ്ടതാണ്, അതൊരു ഏപ്രിൽ മെയ് ഒക്കെ ആയതിനു ശേഷം ഈ കട്ടിങ്സ് വെച്ചിട്ടുള്ളവരെ കണ്ടു. അത് കംപ്ലീറ്റ് ആയിട്ട് നഴ്സറി പോയി. ഇപ്പൊ നേരത്തെ വെച്ച തൈകളെല്ലാം വളരെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ലേറ്റ് ആയിട്ട് തൈകൾ വെച്ചിട്ടുള്ളതെല്ലാം നശിച്ചു പോയത്. അതായത് ആ സമയത്ത് വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ് വളരെ കൂടുതലാണ്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ, നമ്മൾ നനച്ച് കൊടുക്കുന്നത്, നഴ്സറികളിൽ നനച്ചു കൊടുക്കുന്നത് കഴിയുന്നതും ഈ ഓസ് ഉപയോഗിച്ച് വെള്ളം ചീറ്റി നനയ്ക്കുന്ന ആ ഒരു സമ്പ്രദായം നമുക്ക് ഒഴിവാക്കാം. അതുവഴി ഈ രോഗം സ്പ്രെഡ് ചെയ്യാനാണ് സാധ്യത. ഇപ്പൊ മണ്ണ് തെറിച്ച് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യും. അതുപോലെ യഥാസമയങ്ങളിൽ രോഗം കണ്ടു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ അതിനകത്ത് നമ്മൾ സ്പേസിങ് ഇട്ട് കൊടുക്കുക. കൂടുകൾ അകത്തി വെച്ച് ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ സ്പേസിങ് ഇട്ട് കൊടുത്ത് ഒരു റൗണ്ട് ഏതെങ്കിലും സ്പ്രേയും കൊടുക്കുക കുമിൾനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട്. നഴ്സറികളിലേക്ക് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയുന്നത് എപ്പോഴും ബോഡോ മിശ്രിതം തന്നെയാണ്. ബോഡോ മിശ്രിതം ഇലകളുടെ 2 ഭാഗങ്ങളിലും വേഴത്തക്ക രീതിയിൽ ഒരു റൗണ്ട് സ്പ്രേയിങ് കൊടുത്താൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി ദ്രുതപാഠം നമ്മൾ ഫീൽഡിൽ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പോയി, നമുക്കറിയാം പല തരത്തിലുള്ള മെഷേഴ്സ് നമുക്കിന്ന് അറിയാം. അതില് കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ട്, അതായത് നമ്മുടെ കൃഷിമുറകളിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ. അതുപോലെ രാസ കുമിൾനാശിനികൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അതുപോലെ ജൈവ കുമിൾനാശിനികളുണ്ട്. ഫീൽഡിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റികൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു
മാർഗത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. ഇപ്പൊ പലപ്പോഴും കർഷകര് ഈ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ലക്ഷണങ്ങൾ കണ്ട് കൊടി അങ്ങേയറ്റം ഉണങ്ങി പോകുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഏത് മരുന്ന് അടിക്കണം സാറേ എന്നുള്ളത്. പക്ഷെ ആ ഒരു സ്റ്റേജിൽ ഏതെങ്കിലും മരുന്നടിച്ചതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് കൊടി രക്ഷിച്ചെടുക്കാനായിട്ട്, കൊടിയെന്നല്ല സസ്യങ്ങളുടെ രോഗങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. സസ്യങ്ങളുടെ രോഗത്തെ പറയുകയാണെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എപ്പോഴും ഈ സസ്യങ്ങളുടെ രോഗത്തിൽ ഏറ്റവും അടിവരയിട്ട് പറയേണ്ട കാര്യം. കാരണം ക്യൂറേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് സസ്യരോഗങ്ങളിൽ വളരെ കുറവാണ്. മനുഷ്യർക്കാണ് അല്ലെങ്കിൽ മൃഗങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ക്യൂറേറ്റീവ് ആയിട്ടുള്ള രോഗം വന്നതിന് ശേഷം നമുക്ക് ചികിത്സിക്കാം, നമുക്കതിനെ വീണ്ടും പഴയപടിയാക്കാം. പക്ഷെ പലപ്പോഴും സസ്യങ്ങൾക്ക് രോഗം സ്പ്രെഡ് ചെയ്യാതിരിക്കാനും വന്നത് കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ, അതായത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും ആയിട്ടുള്ള മാർഗങ്ങളെ നമുക്കുള്ളൂ. വന്നത് വന്നു, പോയത് പോയി. അതാണ് ചെടികളുടെ രോഗങ്ങൾ. വീണ്ടും ആ ഭാഗത്ത് അത് പഴയ സ്ഥിതിയിലേക്ക് ആകുന്നില്ല. അപ്പോൾ കൃഷി പരിപാലന മുറകൾ നേരത്തെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ദ്രുതവാട്ടത്തിനെതിരായിട്ടുമുള്ള പരിപാടികൾ നമ്മൾ തോട്ടങ്ങളിൽ ആസൂത്രണം ചെയ്യണം. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് തോട്ടങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളാണ്. രോഗം വന്ന് നശിച്ച കൊടികൾ ഏതെങ്കിലും നമ്മുടെ തോട്ടങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ടും പിഴുതു മാറ്റി തോട്ടത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയുക. എപ്പോഴും ഇവിടുന്ന് കൊടി പറിച്ചു മാറ്റി അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കയ്യാലയുടെ സൈഡിലേക്ക് അങ്ങ് തട്ടി നീക്കി വെക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതെ അതിനെ തോട്ടത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് തീയിട്ട് കത്തിച്ചു കളയുക. അതുപോലെ തന്നെ ആ പിഴുതെടുത്ത ആ സ്ഥലം കുഴിയാക്കി അതിൽ കരിയിലയോ മറ്റു ചപ്പുകളോ വരിയിട്ട് ഒന്ന് കത്തിച്ച് മണ്ണിന് അണുനശീകരണം വരുത്തുക. പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള പാഴ്വസ്തുക്കള് തോട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ഫീൽഡ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഈ ദ്രുതവാട്ടത്തിന്റെ അണുക്കൾ മണ്ണിൽ നിന്ന്, ഇത് ഫൈറ്റോപ്തോറ എന്ന് പറയുന്ന കുമിള്, ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിനധികം ഹാർഡായിട്ടുള്ള ടിഷ്യൂസിൽ അതിന് പെനിട്രേറ്റ് ചെയ്യാനായിട്ട്, അതിന് എൻട്രി ചെയ്യാനായിട്ടുള്ള കഴിവ് ഇതിന് കുറവാണ്. അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു എൻട്രി പോയിന്റ്, ഒരു മുറിവ് അങ്ങനെ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് അത് എൻട്രി ചെയ്യും. അപ്പൊ അതുകൊണ്ട് തോട്ടങ്ങളിൽ കഴിയുന്നതും കൊത്തും കളയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ വേരുകൾക്കുണ്ടാകുന്ന മുറിവുകളും ക്ഷതങ്ങളും ഒഴിവാക്കുക. ഈ മുറിവുകളിൽ കൂടി രോഗാണുക്കൾ അകത്ത് പ്രവേശിക്കുന്നതിന് രോഗത്തിനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിന് പകരം നമ്മൾ പണ്ടെല്ലാം കർഷകർ പറയുന്നത് മണ്ണ് കിളച്ചു കഴിഞ്ഞാലാണ് പുതിയ വേരുകൾ പൊട്ടുക എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസ് നമ്മൾ നേരത്തെ കാലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണിത്. പക്ഷെ അതിന് പകരം നമ്മളിപ്പോ പറയുന്നത് ഇതിന് പകരമായിട്ട് നമ്മൾ ജൈവവളങ്ങള് അല്ലെങ്കിൽ ജീവാണുക്കളെ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്താല്, ഇപ്പൊ മണ്ണിൽ ആവശ്യത്തിന് മണ്ണിരയെ നമുക്ക് കൂടുതലായിട്ട് മണ്ണിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവാണുക്കൾ മണ്ണിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് മണ്ണിൽ ഉഴുത നടക്കുന്നത്, ഇതുണ്ടാക്കുന്ന ഈ ഉഴവ് ചാലുകള് ഇത് മണ്ണില് അതിനുള്ളിൽ തന്നെ ഒരു ഉഴവുന്ന ഒരു ഇഫക്റ്റ് അതിന് കിട്ടുന്നുണ്ട്. വേരുകൾക്ക് പൊട്ടാൻ അത് ധാരാളം മതി. വളപ്രയോഗം വേണ്ട എന്നല്ല, മണ്ണില് കൊത്തും കളയും ഉപേക്ഷിക്കുക. മുകൾ ഭാഗം മാത്രം ചെറുതായി ഒന്ന് റേക്ക് ചെയ്ത് ആവശ്യത്തിനുള്ള വളം കൊടുത്ത് മൾച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ പറയുന്നത്. കാരണം മുറിവുകളിൽ കൂടി ഈ രോഗം കയറാനും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള കാലങ്ങളിൽ നിന്ന് മണ്ണിൽ ആവശ്യത്തിന് ജൈവാംശമുണ്ട്. ഈ ജൈവാംശത്തിൽ ഈ ജീവാണു സ്വയമേവ മണ്ണിലുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് ഇത് കളച്ചു കഴിയുമ്പോൾ മണ്ണ് കൂടുതൽ വരണ്ടു പോകുന്നു. നമ്മൾ അതിനനുസരിച്ചുള്ള ജൈവവളങ്ങൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ മണ്ണ് വരണ്ടു പോവുകയും ഈ മുറിവുകൾ ഉണ്ടാവും. ഇതുപോലെയുള്ള രോഗങ്ങൾക്ക് സാധ്യത ഏറിയിട്ടാണ് കാണുന്നത്. അതുപോലെ ഷെയ്ഡ് റെഗുലേഷൻ ദ്രുതവാട്ടത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു രോഗം മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും സസ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു രോഗം വരണമെങ്കിൽ 3 ഘടകങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, ആ രോഗത്തിന് വരാനായിട്ടുള്ള ഒരു ശരീരം അല്ലെങ്കിൽ ഒരു സസ്യം. ഇനി ആ രോഗത്തിന് കാരണമായിട്ടുള്ള ഒരു രോഗാണു അല്ലെങ്കിൽ രോഗഹേതു. മൂന്നാമതായി അതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാലാവസ്ഥാ ഘടകങ്ങൾ, അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ. അപ്പൊ നമുക്ക് കാലാവസ്ഥയെ മെയ് ജൂൺ അല്ലെങ്കിൽ ജൂൺ ജൂലൈ സമയങ്ങളിലുള്ള കാലാവസ്ഥയെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് തോട്ടത്തിനുള്ളിലെ നമ്മുടെ ചെടിയുടെ ചോട്ടിലെ അതിന്റെ ആ മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചെറുതായിട്ടെങ്കിലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? അധികമായിട്ടുള്ള ഷെയ്ഡ്, കൂടുതലായിട്ടുള്ള തണല് ലഘൂകരിക്കുക വഴി ലഭ്യമാകുന്ന അത്രയും സൂര്യപ്രകാശവും ചെടിയുടെ ചോട്ടിലേക്കെത്തും, മണ്ണിലേക്കെത്തും. മണ്ണിലെ ഈർപ്പം വലിയും. ആ ചെടിയുടെ ചൂട് ഭാഗങ്ങളിലുള്ള ഈർപ്പത്തിന്റെ അംശം അന്തരീക്ഷത്തില്
ആർദ്രത നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വ്യാപനത്തെ ഒരു പരിധി വരെ ചെറുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നഴ്സറിയിൽ നമ്മൾ അനുവർത്തിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഇത് ഈ രോഗാണു മണ്ണിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഈ മണ്ണിൽ നിന്ന് മഴ വീണ് കഴിയുമ്പോൾ, മണ്ണിൽ ശക്തമായിട്ട് മഴത്തുള്ളി വീഴുമ്പോൾ അതിൽ നിന്ന് മഴവെള്ളത്തോടൊപ്പം ഈ മണ്ണിനോടൊപ്പം അടുത്ത ചെടികളിലേക്കും അതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള ഭാഗങ്ങളിലേക്കും ഈ അണുക്കള് തെറിച്ച് രോഗം ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മണ്ണില് കൊടിയുടെ ചുവട്ടില് നമ്മൾ പുതയിട്ട് കൊടുക്കുക. അതിൽ നിന്ന് തന്നെ നമ്മൾ ലോപ്പ് ചെയ്ത് ഇറക്കുന്ന ഈ ചെടിയുടെ താങ്ങുമരത്തിന്റെ ഇലകളോ അല്ലെങ്കിൽ മറ്റ് ഇലച്ചെടികളോ മറ്റോ ഉപയോഗിച്ച് നല്ലപോലെ പുതയിട്ട് കൊടുക്കുക. ഇല്ല എങ്കിൽ തോട്ടത്തിൽ പടർന്നു വളരാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള പയറുവർഗ്ഗ ചെടികൾ വളർത്തുക. ഇതിലേതെങ്കിലും ചെയ്യുക വഴി നമുക്ക് ഈ മഴത്തുള്ളി തെറിച്ച് ഉണ്ടാകുന്ന രോഗവ്യാപനം തടയാനായിട്ട് പറ്റും. ഇനി മഴക്കാലത്ത് മണ്ണിലൂടെ വളരുന്ന ഈ ചന്തലകളെ ഒന്നുമില്ലെങ്കിൽ ഈ മെയ് ആവുന്ന സമയത്ത് ഈ ചന്തലകളെ ഒന്നില്ലെങ്കിൽ മുറിച്ചു മാറ്റുക, ഇല്ലെങ്കിൽ താങ്ങുമരത്തോട് ചേർത്ത് കെട്ടുക. അപ്പൊ മണ്ണിൽ നിന്ന് ഉള്ള കോണ്ടാക്ട് മാക്സിമം കുറഞ്ഞു കിട്ടും. ഇനി നമ്മൾ ജനറലായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഇതിന് കൊടുക്കേണ്ട ലൈമിങ്, അതായത് കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ എപ്പോഴും നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളതാണ്. മണ്ണിൽ എന്തിനാണ് കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നത്? അതിന് ഫങ്ഷൻസ് പലതാണ്. ഒന്ന്, മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുത്താൽ മണ്ണിൽ അമ്ലരസം കുറഞ്ഞ് പുളിപ്പ് കുറയും. ഈ പുളിപ്പ് കുറയുമ്പോൾ മണ്ണിലുള്ള മാക്സിമം മൂലകങ്ങളെ, പോഷകങ്ങളെ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. രണ്ട്, ഈ ഫൈറ്റോഫ്തോറ പോലെയുള്ള കുമിള് അല്ലെങ്കിൽ ഇതിന്റെ അമ്ലത കൂടിയ മണ്ണില് വളരെ കൂടുതലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അമ്ലത കുറച്ച് കൊണ്ടുവരുന്നതനുസരിച്ച് ഫൈറ്റോഫ്തോറയുടെ പോപ്പുലേഷൻ, അതിന്റെ സാന്ദ്രത നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ചേർക്കുന്ന ഈ ജീവാണുക്കള്, ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ് പോലെയുള്ള ഈ ജീവാണുക്കള്, ജൈവ കുമിൾനാശിനികള്, അവയുടെ വളർച്ച അമ്ലത കൂടിയ മണ്ണിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ജൈവ കുമിൾനാശിനികള് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതിന്റെ വളർച്ചയെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫൈറ്റോഫ്തോറ പോലെയുള്ള രോഗാണുക്കളുടെ വളർച്ചയെ നിരുത്സാഹപ്പെടുത്തുന്നതിനും മാക്സിമം പോഷണങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കുന്നതിനുള്ള സാഹചര്യവും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അതോടൊപ്പം കൊടിയൊന്നിന് നമ്മൾ 1 കിലോ കുമ്മായമാണ് നമ്മൾ ഈ രോഗസാധ്യത ഏറെയുള്ള തോട്ടങ്ങളിൽ അല്ലെങ്കിൽ മുൻവർഷങ്ങളിൽ രോഗം വന്നിട്ടുള്ള തോട്ടങ്ങളിൽ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അതോടൊപ്പം 2 കിലോ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുമ്മായം അപ്ലൈ ചെയ്തതിന് 4 ആഴ്ചകൾക്ക് ശേഷം വേണം. 4 ആഴ്ചയെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാനായിട്ട്. വേപ്പിൻ പിണ്ണാക്കിന്റെ ധർമ്മങ്ങള്: 1, വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു വളമാണ്. 2, മണ്ണിലുള്ള നീമാവിരകളെയും അതുപോലെ മണ്ണിൽ അധിവസിക്കുന്ന മറ്റ് കീടങ്ങളെയും നശിപ്പിക്കുന്നതിന് വേപ്പിൻ പിണ്ണാക്കിന് കഴിവുണ്ട്. അതുകൊണ്ട് 2 കിലോ വേപ്പിൻ പിണ്ണാക്കാണ് കൊടിയൊന്നിന് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇനി കുമിൾനാശിനികളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഒരുപാട് രാസകുമിൾനാശിനികൾ ഫൈറ്റോഫ്തോറയ്ക്ക് എതിരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. എങ്കിലും കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന പ്രധാനമായും 3 കുമിൾനാശിനികളാണ്. 1, ബോഡോ മിശ്രിതം. 2, കോപ്പർ ഓക്സിക്ലോറൈഡ്. 3, പൊട്ടാസ്യം ഫോസ്ഫണേറ്റ് എന്ന് പറയുന്ന അക്കോമിൻ എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്ന പൊട്ടാസ്യം ഫോസ്ഫണേറ്റ്, ഒരു പൊട്ടാസ്യം സംയുക്തമാണ്. നമ്മൾ ഈ പറയുന്ന കുമിൾനാശിനികൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് രോഗം വന്നതിന് ശേഷം അപ്ലൈ ചെയ്തതുകൊണ്ട് ഒരു ഫലവും ഇല്ല എന്ന് ഞാനിവിടെ തീർത്തു പറയുന്നു. ഇത് പ്രൊഫൈലൈറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ശുപാർശ ചെയ്യുന്ന മരുന്നുകളാണ്. ഇതെല്ലാം ക്യൂറേറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഇല്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് 1-2 മഴ ലഭിച്ച് മണ്ണ് ഒന്ന് തണുത്ത നമുക്ക് എല്ലാ കൊടികൾക്കും കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി എല്ലാ ചെടികളുടെയും ചുവട്ടിലെ മണ്ണ് കുതിർത്തു കൊടുക്കുക. അത് പ്ലാൻ ഹോർമോൺ എന്ന പേരിലാണ് കിട്ടുന്നത്. ഇതൊരു പൊട്ടാസ്യം സംയുക്തമാണ്. അക്കോമിൻ പൊടിക്ക് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ തളിച്ചു കൊടുക്കുന്നതിനും സ്പ്രേ ചെയ്യുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. 3 മില്ലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണത്. അത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അതാണ് അതിന്റെ കണക്ക്. ഇപ്പോൾ കൊടിയുടെ ചുവട്ടിൽ ഏതാണ്ട് ഒരു 45-50 സെന്റിമീറ്റർ ചുറ്റളവ് എങ്കിലും മണ്ണ് കുതിരത്തക്ക രീതിയിൽ ഈ കുമിൾനാശിനി ലായനി ഒഴിച്ചു കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ അക്കോമിൻ. കോപ്പർ ഓക്സിക്ലോറൈഡ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ 1% വീര്യത്തിൽ ബോഡോ മിശ്രിതം സ്പ്രേയും ചെയ്തു കൊടുക്കാം. ഒരു കൊടിക്ക് 5 മുതൽ 10 ലിറ്റർ വരെ
കുമിൾനാശിനി വേണ്ടിവരും. കൊടിയുടെ പ്രായവും അതിന്റെ വലുപ്പവും കണക്കിലെടുത്താൽ 5 മുതൽ 10 ലിറ്റർ വരെ. വലിയ കൊടികൾക്കാണെന്നുണ്ടെങ്കിൽ 10 ലിറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ മണ്ണ് നനയത്തുള്ളൂ. കോപ്പർ സംയുക്തമാണ് രണ്ടും. പക്ഷെ കോപ്പർ ഓക്സിക്ലോറൈഡിന് മണ്ണിലേക്ക് അത് നമുക്ക് സ്പ്രേ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ബോഡോ മിശ്രിതം അത്ര നല്ലതല്ല. കാരണം മണ്ണിലേക്ക് അത് ഇറങ്ങി ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ബോഡോ മിശ്രിതത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് ചെടികളിൽ കൂടുതൽ കാലം പറ്റിപ്പിടിച്ചിരിക്കാനുള്ള മാക്സിമം പീരീഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ബോഡോ മിശ്രിതത്തിനുണ്ട്. ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നത് നമ്മൾ നോർമലായിട്ട് 1% വീര്യത്തിലാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാല് ഒന്ന് തുരിശാണ്. രണ്ട് വസ്തുക്കളാണ് വേണ്ടത്. ഒന്ന് തുരിശ്, ഒന്ന് കക്ക നീറ്റിച്ചെടുത്ത്. നമുക്ക് കുമ്മായം അല്ലെങ്കിൽ ആയിട്ട് വാങ്ങരുത്. കക്ക തന്നെ വാങ്ങി അതിൽ ചൂടുവെള്ളം ഒഴിച്ച് നീറ്റിച്ചെടുക്കുക. അപ്പൊ ഇത് 100 കിലോ ബോഡോ മിശ്രിതം തയ്യാറാക്കാനായിട്ട് 1 കിലോ തുരിശും 1 കിലോ നീറ്റിച്ച കക്കയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ചൂടുവെള്ളം അതിൽ ഒഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ചൂട് പുറത്തേക്ക് വരും. ഈ കക്ക പൊടിഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടും. അപ്പൊ അത് നമ്മൾ 100 ലിറ്ററാണ് തയ്യാറാക്കുന്നതെങ്കിൽ 50 ലിറ്റർ വെള്ളത്തിൽ തലേ ദിവസം തന്നെ തുരിച്ച് പൊടിച്ച് ഒരു തുണിയിൽ കിഴികെട്ടി വെള്ളത്തിൽ വെച്ചിരിക്കുക. അത് നല്ലപോലെ അലിഞ്ഞ് അതിൽ ചേർന്നോളും. കരടൊന്നും ഉണ്ടാകത്തില്ല. അടുത്ത ദിവസം അതുപോലെ ഈ ചുണ്ണാമ്പ് നീറ്റിച്ച കക്ക ബാക്കി 50 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുണ്ണാമ്പ് ലായനി തയ്യാറാക്കുക. അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, ഇത് ചുണ്ണാമ്പ് ലായനിയിലേക്ക് തുരിശിന്റെ വെള്ളം ഒഴിക്കുക. തിരിച്ചൊഴിക്കരുത്. തുരിശിലേക്ക് ചുണ്ണാമ്പ് ലായനി ഒഴിക്കാനിടയാകരുത്. അങ്ങനെ ഒഴിച്ചാല് അതില് പാല് പിരിഞ്ഞു പോകുന്ന പോലെ ഒരു പ്രതിഭാസമാണ്. നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അതിൽ പിരിഞ്ഞു പോകുന്നതല്ല, കേടലിംഗ് നടക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് ചെമ്പ് അയോണുകൾ റിലീസ് ചെയ്യും. ഈ ചെമ്പ് അയോണുകൾ ചെടിയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്താൽ ചെടിയിൽ കരിച്ചിലുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ചുണ്ണാമ്പ് ലായനിയിലേക്ക് തുരിശ് ഒഴിക്കുക. ഇല്ലെങ്കിൽ മൂന്നാമതൊരു വലിയ പാത്രത്തിലേക്ക് ഇത് രണ്ടും കൂടി ഒരേ സമയം ഒഴിച്ച് നല്ലപോലെ ഇളക്കി ചേർക്കുക. ബോഡോ മിശ്രിതം ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കുന്ന ദിവസം തന്നെ കഴിയുന്നതും ഉപയോഗിച്ച് തീർക്കുക. അതിന് കണക്കാക്കി മാത്രം ഉണ്ടാക്കുക. അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ളത് ഉണ്ടാക്കണ്ട. അന്ന് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ചെമ്പയോണുകൾ റിലീസ് ചെയ്ത് തുടങ്ങും. അപ്പൊ ബോഡോ മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് അതിനകത്തുള്ള അതിന്റെ ചെമ്പിന്റെ ടോക്സിസിറ്റി, അതിന്റെ വിഷാംശം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ ആണിയോ അതിൽ ഒരല്പം നേരം മുക്കി പിടിച്ചാൽ അതിൽ തുരുമ്പിന്റെ അംശം പോലെ ചുവന്ന നിറത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെമ്പയോണുകൾ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചുണ്ണാമ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇത് മുക്കി നോക്കുക. അങ്ങനെ ആ ചുവന്ന ഡെപ്പോസിറ്റ് ഇല്ലാതെ ആകുന്നിടം വരെ, അതായത് ചെമ്പിന്റെ അംശമാണ് ആ കാണുന്നത്. അപ്പൊ അങ്ങനെ ചെമ്പിന്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെടികൾ കരിഞ്ഞു പോകും. കുരുമുളകിലെ ദ്രുതവാട്ടം, ലക്ഷണങ്ങളും പരിഹാരങ്ങളും പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിആർ റിനി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിർവഹണം PV പ്രശാന്ത് കുമാർ. ഒപ്പം അനുഷ സുമേഷ്. സമർപ്പണം കേന്ദ്ര കൃഷി മന്ത്രാലയം. കിസാൻ വാണി. ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ, ജയ് കിസാൻ. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. ഹരിതമോഹനം ജൈവപൂരിതം, ഹരിതചരിത ജീവചരിത യാത്ര ഈ വഴി. കിസാൻ വാണി.